രസതന്ത്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് സമചതുര സ്തൂപിക, വൃത്തസ്തൂപിക, ഗോളം, അർദ്ധഗോളം, അതായത് സ്ക്വയർ പിരമിഡ്, കോണ്, സ്ഫിയർ, ഹെമിസ്ഫിയർ, ഇതിന്റെയൊക്കെ പരപ്പളവും അതുപോലെ തന്നെ വ്യാപ്തവും കണ്ടുപിടിക്കുന്ന ഫോർമുലാസ് ഡിസ്കസ് ചെയ്തു. ഇവിടെ നമുക്ക് ഇനി എന്താ വെച്ചാൽ ആ ഫോർമുലാസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്? എ പേപ്പർ വെയിറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. അതായത് ഒരു സമചതുര സ്തൂപിക ആകൃതിയിലുള്ള ഒരു പേപ്പർ വെയിറ്റ് ഉണ്ട്. ഇറ്റ്സ് ബേസ് ഏരിയ ഈസ് 64 സ്ക്വയർ സെന്റിമീറ്റർ. അതിന്റെ പാദ പരപ്പളവ് 64 സ്ക്വയർ സെന്റിമീറ്ററും ആൻഡ് ഹൈറ്റ് 3 സെന്റിമീറ്റർ. അതിന്റെ ഉയരം 3 സെന്റിമീറ്ററുമാണ്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ദ പേപ്പർ വെയിറ്റ്. അതിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ, ഉപരിതല പരപ്പളവ് കണക്കാക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, എന്നിട്ട് തന്ന കാര്യങ്ങൾ എഴുതും. തന്നിരിക്കുന്നത് ഇറ്റ്സ് ബേസ് ഏരിയ 64 സെന്റിമീറ്റർ എന്നാണ്. ബേസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബേസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എ സ്ക്വയർ ആണ്. അപ്പൊ തന്ന കാര്യം എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 64 എന്നാണ്. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 64. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 64 is equal to 8. അപ്പൊ എ കിട്ടിക്കഴിഞ്ഞു 8 സെന്റിമീറ്റർ എന്ന് കിട്ടി. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? നിങ്ങൾക്ക് ഹൈറ്റ് തന്നിട്ടുണ്ട്. എച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ് എച്ച്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫേസ് ഏരിയ. അപ്പൊ ടോട്ടൽ സർഫേസ് ഏരിയ കാണേണ്ട ഫോർമുല എന്താണ്? എ സ്ക്വയർ പ്ലസ് 2al. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം? എൽ വേണമല്ലോ. അപ്പൊ എൽ ഇസ് ഈക്വൽ ടു നമുക്ക് അറിയില്ല, എൽ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എൽ കാണേണ്ട ഫോർമുല എന്തായിരുന്നു? എല്ലും എയും എച്ചും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. എന്തായിരുന്നു? എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനകത്തേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. എച്ച് സ്ക്വയർ എത്രയാണ്? 3 അല്ലേ? അപ്പൊ 3 സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ 8. അപ്പൊ 8 ബൈ 2 4. അപ്പൊ 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് വരും. അപ്പൊ എത്ര ആൻസർ വരുന്നത്? 9 പ്ലസ് 16 ഇസ് ഈക്വൽ ടു 25. അപ്പോ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ആണെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു റൂട്ട് 25 ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. Therefore എൽ ഇസ് ഈക്വൽ ടു റൂട്ട് 25, ദാറ്റ് ഈസ് 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. എല്ലിന്റെ വില നമ്മൾ ഒരു സ്പേസ് ഇട്ട് വേണം എഴുതാൻ. അപ്പൊ എൽ ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 5 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ വിലകള് എന്താണ് നമുക്ക് ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫേസ് ഏരിയ ആണ്. ടോട്ടൽ സർഫേസ് ഏരിയ ഞാനിവിടെ കാണാൻ പോകുന്നു. ടോട്ടൽ സർഫേസ് ഏരിയ. അപ്പൊ ടി എസ് എ കാണേണ്ട ഫോർമുല, ടി എസ് എ ടോട്ടൽ സർഫേസ് ഏരിയ കാണേണ്ട ഫോർമുല എന്താണ്? എ സ്ക്വയർ പ്ലസ് 2al ആണ്. എ സ്ക്വയർ പ്ലസ് 2al ദറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയറിന്റെ വില നമുക്ക് 64 എന്ന് അറിയാം. 64 പ്ലസ് 2al എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എയുടെ വില എത്രയാണ്? 8, എല്ലിന്റെ വില 5. അപ്പൊ 2 ഇൻറ്റു 8 ഇൻറ്റു 5 എന്ന് കിട്ടും ആൻസർ. അപ്പൊ ആൻസർ എത്ര കിട്ടി? 64 പ്ലസ് 2 8s. 2 8s എത്രയാണ്? അല്ലെങ്കിൽ 2 5s are 10. 10 ഇൻറ്റു 8 80. അപ്പൊ 80 പ്ലസ് 64 എന്ന് വരും. അപ്പൊ 144 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. 144 സ്ക്വയർ സെന്റിമീറ്റർ. 144 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇതിന്റെ ആൻസർ. മനസ്സിലായല്ലോ ഇതെങ്ങനെയാ ചെയ്യേണ്ടെന്ന്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ ടാങ്ക് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് ഹെമിസ്ഫിയേഴ്സ് ഓഫ് സെയിം റേഡിയസ് ഓൺ ബോത്ത് ദ എൻഡ്സ്. കോമൺ ഡയമീറ്റർ ഈസ് 3 meter and total length of the tank is 11 meter. How many liters of liquid the tank can hold? അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിന്റെ ആകൃതി എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിന്റെ 2 അറ്റങ്ങളിലും 2 അർദ്ധഗോളങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന രീതിയിലാണ്. ആ 2 അറ്റങ്ങളിലും 2 അർദ്ധഗോളങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന രീതിയിലാണ്. അതിന്റെ കോമൺ ഡയമീറ്റർ എത്രയാണ്? 3 മീറ്റർ ആണ് കോമൺ ഡയമീറ്റർ വരുന്നത്. സിലിണ്ടറിന്റെയും അതുപോലെ തന്നെ അർദ്ധഗോളത്തിന്റെയും ഡയമീറ്റർ വ്യാസം എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. പിന്നെ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ടാങ്ക് ഈസ്, ഈ ടാങ്കിന്റെ
എന്താണ് ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് 11 മീറ്റർ ആണ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ലിക്വിഡ് ദ ടാങ്ക് ക്യാൻ ഹോൾഡ്? ഈ ടാങ്കിൽ എത്ര ലിറ്റർ ദ്രാവകം കൊള്ളും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എത്ര ലിറ്റർ ദ്രാവകം കൊള്ളും എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വ്യാപ്തമാണ്. അതായത് അതിന്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ സിലിണ്ടറിന്റെ മാത്രം വോളിയം കണ്ടുപിടിച്ചാൽ പോരല്ലോ. അപ്പൊ എന്തിന്റെ വോളിയം കൂടി കണ്ടുപിടിക്കണം? സിലിണ്ടറിന്റെ രണ്ടറ്റങ്ങളിലായിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? 2 അർദ്ധഗോളങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ടോട്ടൽ വോളിയം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എന്തിന്റെ വോളിയം ആവുള്ളൂ? ടാങ്കിന്റെ വോളിയം ആവുകയുള്ളൂ. അപ്പൊ നമുക്കിവിടെ തന്ന കാര്യം എഴുതാം. ഇതാണ് അപ്പൊ ഒരു സിലിണ്ടർ. ആ സിലിണ്ടറിന്റെ 2 അറ്റങ്ങളിലായിട്ട് ഒരേ ഡയമീറ്റർ വരുന്ന 2 അർദ്ധഗോളങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഡയമീറ്റർ തന്നിരിക്കുന്നത് 3 മീറ്റർ ആണ്. ആ 3 മീറ്റർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ റേഡിയസ് എത്രയാണ്? 1.5 മീറ്റർ ആണ്. അപ്പൊ ഈ റേഡിയസ് എന്ന് പറയുന്നത് ഇതിന്റെ 1.5 ആയിരിക്കും. റേഡിയസ് 1.5 ആണെങ്കിൽ ഇതിന്റെ ഈ ഹൈറ്റ് എന്ന് പറയും അതും എത്ര തന്നെയാ വരിക? 1.5 തന്നെയാണ് വരിക. അതേപോലെ തന്നെ ഇവിടെയും വരുന്നത് എത്രയാണ്? റേഡിയസ് 1.5 ആകുമ്പോൾ ഇതും 1.5, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതും എത്ര കിട്ടും? 1.5 മീറ്റർ കിട്ടും. 1.5 മീറ്റർ കിട്ടും. അപ്പം ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് 1.5 മീറ്റർ, ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റും 1.5 മീറ്റർ. അപ്പൊ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 11 മീറ്റർ ആണ്. അപ്പൊ ടോട്ടൽ ലെങ്ത് 11 ആണെങ്കിൽ ആ 11 നിന്ന് ഇങ്ങോട്ടേക്ക് 1.5 പോയി, ഇവിടത്തേക്കും 1.5 പോയി. അപ്പൊ 1.5 പ്ലസ് 1.5 എത്ര കിട്ടും? 3 മീറ്റർ കിട്ടും. അപ്പൊ 11 3 മീറ്റർ കുറച്ചു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 8 മീറ്റർ ആയിരിക്കും. 8 മീറ്റർ ആണ് സിലിണ്ടറിന്റെ ലെങ്ത്, സിലിണ്ടറിന്റെ ഹൈറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കാം ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് എ ലിക്വിഡ് ദ ടാങ്ക് ക്യാൻ ഹോൾഡ് എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ ടാങ്കിന്റെ വ്യാപ്തം കണ്ടുപിടിക്കണം. ഈ ടാങ്കിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ സിലിണ്ടറിന്റെ വ്യാപ്തത്തിന്റെ കൂടെ എന്ത് ചെയ്യണം? 2 ഹെമിസ്ഫിയേഴ്സിന്റെ വ്യാപ്തം കൂട്ടണം. അപ്പൊ 2 ഹെമിസ്ഫിയേഴ്സിന്റെ ഒരേ ഡയമീറ്റർ ആണല്ലോ. 2 ഹെമിസ്ഫിയേഴ്സിന്റെ വ്യാപ്തം ഒരുമിച്ച് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു സ്ഫിയറിന്റെ വ്യാപ്തം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അപ്പൊ ഒരു സ്ഫിയർ 2 ഹെമിസ്ഫിയേഴ്സും വേറെ വേറെ കണ്ട് കൂട്ടുന്നതിന് പകരം ഒരു സ്ഫിയറിന്റെ കണ്ടാൽ മതി. അപ്പൊ സിലിണ്ടറിന്റെ വ്യാപ്തം കാണേണ്ട ഫോർമുല πr²h ആണ്. ഹെമിസ്ഫിയേഴ്സിന്റെ വ്യാപ്തം കാണേണ്ട ഫോർമുല 2/3 πr³ ആണ്. അതേസമയം രണ്ടും കൂടി ചേർത്ത് വെക്കുന്ന സമയത്ത് എത്രയായിട്ട് മാറും? അത് 4/3 πr³ ആയിട്ട് മാറും. അപ്പൊ നമുക്കിവിടെ വോളിയം കണ്ടുപിടിക്കാം. നമുക്ക് വോളിയം കാണാൻ എന്താണ്? വോളിയം ഓഫ് ദ സിലിണ്ടർ ഫസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പൊ സിലിണ്ടറിന്റെ കേസില് എത്രയാ വരുന്നത്? സിലിണ്ടറില് ഹൈറ്റ് എത്രയാണ്? എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് 8 മീറ്റർ ആണ്. റേഡിയസ് എത്രയാണ്? 1.5. അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞത് 8 മീറ്റർ. ആർ എത്രയാണ്? 1.5 മീറ്റർ. അപ്പൊ വോളിയം V is equal to πr²h. πr²h കിട്ടും. അപ്പൊ πr²h എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്നത്? π into 1.5 whole square into 8 എന്ന് കിട്ടും. 1.5 whole square into 8. ഇനി ഇതിന് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാം. സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്ന സമയത്ത് സ്ഫിയറിന്റെ വോളിയം വരുന്നത് സ്ഫിയറിന്റെ വോളിയം റേഡിയസ് തന്നു. അത് നമുക്ക് എത്രയാണോ തന്നത് അതെടുത്ത് എഴുതണം നമ്മള്. ആ സ്റ്റെപ്സിന് മാർക്കുണ്ട് മാത്സിന്. അപ്പൊ R is equal to 1.5 മീറ്റർ. ഇനി ഇവിടെ വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല 4/3 πr³. 4/3 πr³. ഇനി അതിന് വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4/3 π into 1.5 into 1.5 whole cube എന്ന ആൻസർ കിട്ടും. അപ്പൊ 1.5 whole cube ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ 4/3 π into 1.5 whole cube. അപ്പൊ 4/3 π into 1.5 whole cubeന്റെ വാല്യൂ കിട്ടുന്നത് 4.5 π വരുന്നത്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4.5 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അതേപോലെ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 18 മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ ടോട്ടൽ വോളിയം ഈസ് ഈക്വൽ ടു 18 പ്ലസ് 4.5 18 പ്ലസ് 4.5 വന്നു. അത്ര കിട്ടുന്നത് 22.5
മീറ്റർ ക്യൂബ് എന്ന് കിട്ടും ആൻസർ. 22.5 പൈ മീറ്റർ ക്യൂബ്. നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ലിക്വിഡ് ദ ടാങ്ക് ക്യാൻ ഹോൾഡ് എന്നാണ്. നമ്മള് ഈ വോളിയം ഏതിൽ കണക്കാക്കണം? ലിറ്ററിൽ കണക്കാക്കണം. ഇപ്പൊ ലിറ്ററിൽ കണക്കാക്കണമെങ്കിൽ മീറ്റർ ക്യൂബിൽ കിട്ടുന്ന വിലയെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഈ പൈയുടെ വില കൊണ്ട് ഗുണിച്ചേ പറ്റൂ. എത്ര ലിറ്റർ? ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന് എത്രയാണ്? പൈന്റെ വാല്യൂ കൊണ്ട് ഇത് ഗുണിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് 22.5 പൈ മീറ്റർ ക്യൂബ് കിട്ടിയതിന് 3.14 അതായത് പൈ വാല്യൂ കൊണ്ട് ഗുണിച്ച ഉത്തരമാണ് 70.65 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. 70.65 മീറ്റർ ക്യൂബ്. നമുക്കിത് മീറ്റർ ക്യൂബിൽ എഴുതിയാൽ പോരാ, നമുക്കിത് ഏതിലേക്ക് മാറ്റണം? എത്ര ലിറ്റർ ദ്രാവകം കൊള്ളുന്നതാണ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ലിക്വിഡ് ക്യാൻ ഹോൾഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വോളിയത്തിന് നമുക്ക് ലിറ്ററിലേക്ക് മാറ്റാം. അപ്പോ വോളിയം ഇൻ ലിറ്റർ, നമുക്ക് ആ കിട്ടിയ വോളിയത്തിനെ ലിറ്ററിലേക്ക് എഴുതുമ്പോൾ വോളിയം ഇൻ ലിറ്റർ ഈസ് ഈക്വൽ ടു 70.65 മീറ്റർ ക്യൂബ് ഇൻടു 1000. ലിറ്ററിലേക്ക് മാറ്റാൻ മീറ്റർ ക്യൂബിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈസ് ഈക്വൽ ടു എത്ര ആൻസർ വരും? 70. ഇവിടെ കണ്ടല്ലോ 2 ഡെസിമൽ പ്ലേസസ്, 2 ദശാംശ സ്ഥാനമുണ്ട്. അപ്പൊ ഈ 2 ദശാംശ സ്ഥാനം വന്നു. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ ഡെസിമൽ പ്ലേസ് അങ്ങോട്ട് പോയി. പിന്നെ ഒരു 0 കൂടി ബാക്കിയുണ്ട്. ആ 0 നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ആൻസർ എത്ര കിട്ടും? 70650 ലിറ്റർ എന്ന് വരും ആൻസർ. ഇത്രയും ലിറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ 70,650 ലിറ്റർ ദ്രാവകം ഈ ടാങ്കിന് ഉൾക്കൊള്ളാൻ സാധിക്കും. മനസ്സിലായല്ലോ? തേർഡ് ക്വസ്റ്റ്യൻ. എ സെക്ടർ ഓഫ് റേഡിയസ് 15 centimeter and central angle 288 degree is cut out from a tin sheet and it is made into a cone. Find its volume. Water is poured into this cone using a hemispherical bowl of radius 6 centimeter. How many times water is to be poured to completely fill the cone? എന്താ ക്വസ്റ്റ്യന്റെ അർത്ഥം? ഒരു സെക്ടർ 15 സെന്റിമീറ്റർ ആരമുള്ള ഒരു സെക്ടർ ഒരു ടിൻ ഷീറ്റിന്റെ അകത്ത് വെട്ടിയെടുത്തു. സെൻട്രൽ ആംഗിൾ 288 ഡിഗ്രി, 288 ഡിഗ്രി കേന്ദ്രകോൺ, 288 ഡിഗ്രി കേന്ദ്രകോൺ സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു സെക്ടർ ഒരു ടിൻ ഷീറ്റിന്റെ അകത്തുനിന്ന് ഫ്രം എ ടിൻ ഷീറ്റ്, ഒരു ടിൻ ഷീറ്റിന്റെ അകത്തുനിന്ന് വെട്ടിയെടുത്ത് ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ ടു എ കോൺ. അതിനെ എന്ത് ചെയ്തു? വളച്ച് ഒരു വൃത്തസ്തൂപികയാക്കി മാറ്റി, ഒരു കോണാക്കി മാറ്റി. ഫൈൻഡ് ഇറ്റ്സ് വോളിയം. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ കോൺ. വൃത്തസ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കണം. വാട്ടർ ഈസ് poured into this cone using a hemispherical bowl of radius 6 centimeter. ഹെമിസ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു ബൗള് എടുത്തിട്ട്, ഒരു പാത്രം എടുത്തിട്ട്, അതായത് അർദ്ധഗോളാകൃതിയിലുള്ള ഒരു പാത്രം എടുത്തിട്ട് ആ അർദ്ധഗോളത്തിന്റെ റേഡിയസ് എത്രയാ തന്നിരിക്കുന്നത്? 6 സെന്റിമീറ്റർ ആണ്. അതിന്റെ ആരം 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് ഇതിന്റെ അകത്തേക്ക് എന്ത് ചെയ്യുന്നു? ഈ കോൺ ഇതിനെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ കോൺ ഉണ്ടല്ലോ, ആ കോണാകൃതിയിലുള്ള പാത്രം, വൃത്തസ്തൂപിക ആകൃതിയിലുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഹൗ മെനി ടൈംസ് ദ വാട്ടർ ഈസ് ടു ബി poured ടു കംപ്ലീറ്റ്ലി ഫിൽ ദ കോൺ. ആ കോൺ പൂർണ്ണമായും നിറയണമെങ്കിൽ, ആ വൃത്തസ്തൂപികാകൃതിയിലുള്ള പാത്രം പൂർണ്ണമായും നിറയണമെങ്കിൽ എത്ര പ്രാവശ്യം നമുക്ക് വെള്ളം ഒഴിക്കാൻ സാധിക്കും? അതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഈ ഒരു ക്വസ്റ്റ്യന്റെ 5 മാർക്കാണ്. അപ്പൊ നമ്മളിവിടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു റേഡിയസ് ഓഫ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നമുക്ക് എല്ലായിട്ട് എടുക്കാം. വൃത്തസ്തൂപികയെ സംബന്ധിച്ചിടത്തോളം എല്ലാണ് അതിന്റെ സ്ലാൻ ഹൈറ്റ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഒരു കോണാക്കി മാറ്റി കഴിഞ്ഞാൽ ആ കോണിന്റെ ഒരു കോൺ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ കോണിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇതിന്റെ സ്ലാൻ ഹൈറ്റ് ആണ്. അതായത് ഈ ഭാഗമാണ് ഇതിന്റെ ഈ റേഡിയസ് ഓഫ് സെക്ടർ ആയിട്ട്. റേഡിയസ് ഓഫ് സെക്ടർ ഇവിടെ 15 സെന്റിമീറ്റർ ഇതായിട്ടാണ് മാറുന്നത്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട് 288 ഡിഗ്രി ആണ്. നമുക്ക് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? കോണിന്റെ വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല 1/3 πr² h ആണ്.
1/3 പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ആർ വേണം. ആർ വേണം, ഇതിന്റെ റേഡിയസ് നമുക്ക് വേണം, റേഡിയസ് വേണം. അപ്പൊ നമുക്കിനി ഇവിടെ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ആർ കാണേണ്ട ഫോർമുല എന്താണ്? ആർ കാണേണ്ട ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. Lx/360 is equal to R. Lx/360 is equal to R. L എത്രയാണ്? 15. X എത്രയാണ്? 288 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 is equal to R. അപ്പൊ ആ വില നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലിന്റെ വില 15 into 288 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു, ഇതിന്റെ വില നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് R ആണ്. R ഈസ് ഈക്വൽ ടു 15 into 288 ഡിവൈഡ് ബൈ 360. നമുക്കിവിടെ 15 കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 15 ഇവിടെ വരും. 36 എത്ര ടൈംസ് ആണ്? 2 ടൈംസ് വരും. 2 ടൈംസ്. അപ്പൊ 2 ടൈംസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇനി ബാക്കി വരുന്നത് 30 കഴിഞ്ഞാൽ 60 വരും. 60 വീണ്ടും 4 ടൈംസ്. അപ്പൊ നമുക്കിവിടെ എന്തായാലും മാറിയത് 288 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. ഞാനിവിടെ 15 360 കട്ട് ചെയ്തു. അപ്പൊ നമുക്കിവിടെ 24 എന്ന് കിട്ടും. ഇവിടെ 2 ടൈംസ് അല്ലേ ഇവിടെ വരുന്നത്? 2 ടൈംസും 4 ടൈംസും. അപ്പൊ ഇവിടെ എത്ര കിട്ടി? നമുക്ക് 24 എന്ന് കിട്ടി. 288 ഡിവൈഡഡ് ബൈ 24. അതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കണം. 288 ഡിവൈഡ് ബൈ 24 എന്ന് പറയുമ്പോൾ 28 24 1 ടൈം 1, ബാക്കി 24 കഴിഞ്ഞാൽ ബാക്കി 4, 48 2 ടൈംസ്. അപ്പൊ 12 സെന്റിമീറ്റർ എന്ത് കിട്ടി? നമുക്ക് റേഡിയസ് കിട്ടിക്കഴിഞ്ഞു. 12 സെന്റിമീറ്റർ റേഡിയസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോളിയം ഓഫ് ദ കോൺ കാണാം. അപ്പൊ വോളിയം ഓഫ് ദ കോൺ കണ്ടുപിടിക്കേണ്ട ഫോർമുല അതുകൂടി നമുക്കിവിടെ കണ്ടുപിടിക്കാം. V is equal to 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല. അപ്പൊ 1/3 പൈ ആർ സ്ക്വയർ എച്ച്. നമ്മളെപ്പോഴും ഫോർമുല അവിടെ എഴുതിയിരിക്കണം. ഫോർമുലക്ക് മാർക്ക് ഉണ്ട്. ഈസ് ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞ സമയത്ത് 12 സ്ക്വയർ. അപ്പൊ 12 സ്ക്വയർ ഇൻറ്റു എച്ച് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. എച്ച് കണ്ടുപിടിച്ചിട്ടല്ലോ. അപ്പോൾ നമ്മുടെ എച്ച് കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എച്ച് ഈക്വൽ ടു അല്ലെങ്കിൽ എച്ച് സ്ക്വയർ സമ എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ്. എച്ച് സ്ക്വയർ സമ എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 12. എൽ എന്ന് പറഞ്ഞാൽ 15. അപ്പൊ 15 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ is equal to 225 minus 144 is equal to 81 എന്ന് കിട്ടും. അപ്പൊ എച്ച് സ്ക്വയറിന്റെ വില 81 ആണെങ്കിൽ എച്ച് is equal to എത്രയായിരിക്കും? 9 ആയിരിക്കും. എച്ച് is equal to 9. Therefore എച്ച് is equal to 9 സെന്റിമീറ്റർ എന്ന് കിട്ടും. എച്ചിന്റെ വില 9 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ ആ എച്ചിന്റെ വില നമുക്ക് അവിടെ കൊടുക്കാം. അപ്പൊ 1/3 പൈ ഇൻറ്റു 12 സ്ക്വയർ ഇൻറ്റു എച്ചിന്റെ വില 9. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു 9 സെന്റിമീറ്റർ ആണ്. 9 ഇവിടെ കൊടുത്തു. 9. പിന്നെ നമുക്കിത് ഇതിന്റെ വാല്യൂ കാണണം. അപ്പൊ വാല്യൂ കാണുന്ന സമയത്ത് ഇവിടെ 12 സ്ക്വയർ ആണത് 144 ആണ്. അപ്പൊ ഞാനിവിടെ 1/3 പൈ ഇൻറ്റു എത്രയാണ്? ഇത് ഇതുപോലെ തന്നെ ഞാൻ എഴുതുന്നു. അല്ലെങ്കിൽ ഈ വില നമുക്ക് ഇനി അവിടെ കൊടുത്താൽ മതി. 1/3 പൈ ഇൻറ്റു 12 സ്ക്വയർ ഇൻറ്റു 9. അത്രയും സെന്റിമീറ്റർ ക്യൂബ് നമുക്ക് എന്തിന്റെ വില കിട്ടി? വോളിയം ഓഫ് ദ കോൺ കിട്ടി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കിനി ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഇതിന്റെ വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് കാണാത്തത് എന്ന് വിചാരിച്ചാൽ, ഇവിടെ നമുക്കിനി വാട്ടർ ഈസ് poured into this cone using a hemispherical bowl of radius 6 cm. ഈ ഹെമിസ്ഫെറിക്കൽ അർദ്ധഗോളാകൃതി ഉള്ള നമ്മളൊരു പാത്രം ഉപയോഗിച്ചിട്ട് ഇതിനകത്തേക്ക് വെള്ളം നിറച്ചുകൊണ്ടേയിരിക്കുമ്പോൾ എത്ര പ്രാവശ്യം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം നിറക്കുന്നത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം വോളിയം ഓഫ് ദ കോണിനെ വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അതായത് വൃത്തസ്തൂപികയുടെ വ്യാപ്തത്തെ അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് ഈ കിട്ടിയ ആൻസർ ഞാനിവിടെ വെക്കുന്നു. ബാക്കിയുള്ള ആൻസേഴ്സ് ഞാനിവിടെ മായ്ക്കുവാണ്. ഇനി നമുക്ക്
അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാം. ഇതും കൂടി ഞാൻ അങ്ങോട്ട് മായ്ക്കുന്നു. ഇനി അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാം. അർദ്ധഗോളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നത്, ഹെമിസ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്? അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാണ് തന്നിരിക്കുന്നത്? 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അർദ്ധഗോളം 6 സെന്റിമീറ്റർ തന്നു. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാലോ. വോളിയം കാണേണ്ട ഫോർമുല എന്താണ്? 2/3 പൈ ഇൻറ്റു r³ എന്നാണ്. r³ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുന്നത്? 6 ഇൻറ്റു 6 ഇൻറ്റു 6 എന്ന് കിട്ടും. അപ്പൊ 6³ ആണ്. അപ്പൊ 6³ എന്ന് വരും. 6³. അപ്പൊ നമുക്കിനി അവിടെ നിന്ന് നമുക്ക് ഈ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് വലുതായിട്ട് ഗുണിച്ചിട്ട് വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് കട്ട് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അതാണ് കുറച്ചും കൂടി എളുപ്പം. ഇപ്പൊ വോളിയം ഓഫ് ദി ഹെമിസ്ഫിയർ നമുക്ക് കിട്ടി ഇവിടെ 2/3 പൈ ഇൻറ്റു 6³ ആണ്. ഇനി നമുക്ക് ആ വിലയെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാൻ, ഹൗ മെനി ടൈംസ് എന്നല്ല ചോദിച്ചേ. അപ്പൊ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കണമെങ്കിൽ, നമ്പർ ഓഫ് ടൈംസ് എത്ര പ്രാവശ്യം എന്നുള്ളത് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വോളിയം ഓഫ് കോൺ divided by volume of hemisphere. വോളിയം ഓഫ് ഹെമിസ്ഫിയർ അതായത് വൃത്തസ്തൂപികയുടെ വ്യാപ്തം. അപ്പൊ എത്ര ടൈംസ് എന്ന് കണ്ടുപിടിക്കാൻ വൃത്തസ്തൂപികയുടെ വ്യാപ്തത്തെ ഏതുകൊണ്ട് ഹരിക്കണം? അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കൊണ്ട് ഹരിക്കണം. അപ്പൊ ആ വിലയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ അർദ്ധഗോളത്തിന്റെ എഴുതിയിട്ടില്ല. ഞാൻ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 1/3 പൈ ഇൻറ്റു നമുക്ക് 12 സ്ക്വയർ എന്നല്ലേ ഉള്ളത്. 12 സ്ക്വയറിന് നമുക്ക് 12 ഇൻറ്റു 12 എന്ന് തന്നെ എഴുതാം. 12 ഇൻറ്റു 12 ഇൻറ്റു equal to 1/3 pi into 12 into 12 into 9 divided by ഇതിന്റെ വില കൊടുക്കാം 2/3 pi into 6³ നമുക്ക് 6 into 6 into 6 എന്ന് എഴുതാം. 6 into 6 into 6 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഈ 3യും കട്ട് ചെയ്ത് എന്തായാലും റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണല്ലോ. അപ്പൊ അത് കട്ട് ചെയ്ത് പോകും. പൈ വാല്യൂ അവിടെ പോയി. ഇനി ഇവിടെ നമുക്ക് കാണാം 6ഉം ഇവിടെ 12ഉം ഉണ്ട്. അപ്പൊ 1 6 is equal to 6, 2 6 are 12. അതേപോലെ ഇവിടെയും കിട്ടും 1 6 is equal to 6, 2 6 are 12. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഈ 2ഉം 2ഉം കട്ട് ചെയ്യാം. 2ഉം 2 ഇവിടെ കട്ട് ചെയ്തു. ഇനി നമുക്കുള്ളത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ്? 2 9s ആണ് ഇവിടെ ബാക്കിയുള്ളത്. 2 9s എത്രയാണ്? 18 ആണ്. 18 divided by 6 എന്ന് കിട്ടും. അപ്പൊ 2 9s are 18, 18 divided by 6. ആൻസർ എത്ര കിട്ടും? 3. അപ്പൊ എത്ര ടൈംസ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം? ഹെമിസ്ഫെറിക്കൽ ഷേപ്പിലുള്ള ബൗള് ഉപയോഗിച്ചിട്ട് നമുക്ക് 3 ടൈംസ് നിറച്ചു കഴിഞ്ഞാൽ ഈ കോൺ ഷേപ്പിലുള്ള പാത്രം നിറയും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഈ കാൽക്കുലേഷൻ ഈസിയാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, നമുക്ക് ഈ വലിയ ഗുണനഫലം കണ്ടുപിടിച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം നഷ്ടപ്പെടും. അതിന് പകരം ഇതേപോലെ ഹരിക്കേണ്ട കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ തന്നെ ഈ ഫാക്ടേഴ്സ് അങ്ങനെ എഴുതി അങ്ങനെ കട്ട് ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Fourth question, the perimeter of the base of a square pyramid is 96 centimeter and its height is 16 centimeter. അതായത് ഒരു സമചതുര സ്തൂപികയുടെ പാദ ചുറ്റളവ് എത്രയാണ്? 96 സെന്റിമീറ്ററും അതിന്റെ ഉയരം 16 സെന്റിമീറ്ററുമാണ്. A question, what is the length of a base edge? അങ്ങനെയാണെങ്കിൽ ഒരു പാദവക്കിന്റെ നീളം എത്ര? ബേസ് എഡ്ജിന്റെ നീളം എത്ര? What is the slant height? അതിന്റെ slant height ചെരിവുയരം എത്ര? Find the lateral surface area. അതിന്റെ പാർശ്വമുഖ പരപ്പളവ് കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് തന്ന കാര്യങ്ങൾ എഴുതാം. നമുക്ക് തന്നിരിക്കുന്നത് ഇതിന്റെ പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. പെരിമീറ്റർ
അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ഇതിന്റെ പെരിമീറ്റർ ആണ് തന്നത്. ഇതിന്റെ പെരിമീറ്റർ അതായത് ഇതിന്റെ ചുറ്റളവ് സമം തന്നിരിക്കുന്നത് എത്രയാണ്? 96 സെന്റിമീറ്റർ ആണ്. അപ്പൊ 96 സെന്റിമീറ്റർ ആണ് ചുറ്റളവെങ്കിൽ ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് എന്താകൃതിയാണ്? സ്ക്വയർ അല്ലേ, സമചതുരാകൃതി അല്ലേ. അപ്പൊ ബേസ് സമചതുരാകൃതി ആവുന്ന സമയത്ത് സമചതുരത്തിന്റെ ചുറ്റളവ് കാണേണ്ട ഫോർമുല 4a ആണ്. സമചതുരത്തിന്റെ ചുറ്റളവ് എന്ന് വെച്ചാൽ 4a ആണ്. അപ്പൊ അതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 96 എന്നുള്ളത്. അപ്പൊ നമുക്കത് എഴുതാം. 4a is equal to 96 ആണെങ്കിൽ a is equal to 96 divided by 4 എന്ന് കിട്ടും. 96 divided by 4 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ വരുന്നത് 24 ആണ്. അപ്പൊ ആൻസർ കിട്ടും 24 സെന്റിമീറ്റർ. നമുക്ക് അതിന്റെ ഒരു സൈഡ് കിട്ടി 24 സെന്റിമീറ്റർ. അപ്പൊ എ ക്വസ്റ്റ്യൻ ആൻസർ ആയല്ലോ. എ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ്? അതിന്റെ പാദവക്കിന്റെ നീളം എത്ര? പാദവക്കിനെ സൂചിപ്പിക്കുന്നത് എ എന്നല്ലേ. അപ്പൊ എ ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 24 സെന്റിമീറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ്? നമുക്ക് എൽ കണ്ടുപിടിക്കണം. എൽ കാണാൻ നമുക്ക് വേറെന്താ തന്നിരിക്കുന്നത്? അവിടെ എച്ച് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ എൽ കാണേണ്ട ഫോർമുല എന്താണ്? എൽ സ്ക്വയറും എല്ലും എച്ചും എയും തമ്മിലുള്ള ബന്ധം എന്താണ്? എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? a/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അപ്പൊ നമ്മളിവിടെ ഹൈറ്റ് തന്നതെടുത്ത് എഴുതിയിട്ടില്ല. ഹൈറ്റ് നമുക്ക് അവിടെ എഴുതാം. ഹൈറ്റ് ഇസ് ഈക്വൽ ടു എത്ര തന്നിരിക്കുന്നത്? എച്ച് നമ്മൾ എടുത്ത് എഴുതണം. എച്ച് ഇസ് ഈക്വൽ ടു 16 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എച്ച് ഇസ് ഈക്വൽ ടു 16 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്കിവിടെ കൊടുക്കാം എന്താണ്? എൽ കണ്ടുപിടിക്കണം. അപ്പൊ എൽ സ്ക്വയറിന്റെ വില കണ്ടുപിടിക്കാം. അപ്പൊ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a എത്രയാണ്? 24 അല്ലേ. അപ്പൊ a/2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 12 സ്ക്വയർ പ്ലസ് എത്രയാണ്? 16 സ്ക്വയർ എന്ന് വരും. 16 സ്ക്വയർ. അപ്പൊ 12 സ്ക്വയറിന്റെ വാല്യൂ 144 പ്ലസ് 16 സ്ക്വയർ എത്രയാണ്? 256 എന്ന് കിട്ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു 400. അപ്പൊ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 400 ആണെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? എൽ ഇസ് ഈക്വൽ ടു 20 എന്ന് വരും. അതിന്റെ റൂട്ട് ആണ്. അപ്പൊ എൽ ഇസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഏതിന്റെ ആൻസറും കിട്ടിക്കഴിഞ്ഞു? ബി ക്വസ്റ്റ്യൻ ആൻസറും കിട്ടിക്കഴിഞ്ഞു. ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഇസ് ദ സ്ലാന്റ് ഹൈറ്റ് എന്നല്ലേ. അപ്പൊ സ്ലാന്റ് ഹൈറ്റിന്റെ നീളം എത്ര കിട്ടി? 20 സെന്റിമീറ്റർ. ഇനി സി ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ലാറ്ററൽ സർഫേസ് ഏരിയ. എന്തായിരുന്നു ലാറ്ററൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല? ലാറ്ററൽ സർഫേസ് ഏരിയ കാണേണ്ട ഫോർമുല സ്ക്വയർ പിരമിഡിനെ സംബന്ധിച്ചിടത്തോളം 2al. നമുക്ക് എയുടെ വിലയുണ്ട്, എല്ലിന്റെ വിലയുണ്ട്. അതുകൊണ്ട് LSA കണ്ടുപിടിക്കാം. ആ ഭാഗം ഞാൻ ഇവിടെ എഴുതുന്നു. സോറി. അപ്പൊ സി ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ സി ഈസ് ഈക്വൽ ടു സിയുടെ വില നമുക്ക് കണ്ടുപിടിക്കാം. സി എന്ന് പറഞ്ഞാൽ 2al ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 2al ആണ് കണ്ടുപിടിക്കേണ്ടത്. 2al ഈസ് ഈക്വൽ ടു അതിന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 2 ഇൻറ്റു എ എത്രയായിരുന്നു? എ പറഞ്ഞിരിക്കുന്നത് 24 ആണ്. 2 ഇൻറ്റു 24 ഇൻറ്റു എൽ എത്രയാണ്? 20. എൽ ഇസ് ഈക്വൽ ടു 20. ഇതിന്റെ വില എത്ര കിട്ടും? ആൻസർ എത്ര കിട്ടും? 2 ഇൻറ്റു 2 4 ആണ്. 24 ഇൻറ്റു 4 എത്രയാണ്? 96 ആണ്. അപ്പൊ 96 പിന്നെ 0 കിട്ടും അല്ലെ. 24 4 96 ഒരു 0 എത്ര കിട്ടി? 960 എന്ന് കിട്ടും. അപ്പൊ 960 ഏരിയ അല്ലേ. അപ്പൊ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടും അല്ലെ. സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിന്റെ ആൻസർ. ഫിഫ്ത് ക്വസ്റ്റ്യൻ. എ സർക്കുലർ ഷീറ്റ് വിത്ത് റേഡിയസ് 36 centimeter is divided into 4 equal sectors and one of them bent into a cone. അതായത് വൃത്താകൃതിയിലുള്ള ഒരു ഷീറ്റ്. അതിനെ 36 സെന്റിമീറ്റർ ആരമുള്ള വൃത്താകൃതിയിലുള്ള ഒരു ഷീറ്റ് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. 4 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തിട്ട് അതിലൊന്നെടുത്ത് വളച്ച് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കി. അത് ഒന്നെടുത്ത് ബെൻഡ് ചെയ്തൊരു കോണാക്കി മാറ്റി. എ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദി കോൺ? ആ കോണിന്റെ ആ വൃത്തസ്തൂപികയുടെ ചെരിവുയരം എത്ര? ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ കോൺ? വൃത്തസ്തൂപികയുടെ ആരം എത്ര?
സി ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ കേർവ്ഡ് സർഫേസ് ഏരിയ, അതിന്റെ വക്രമുഖ പരപ്പളവ് എത്ര, ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? അപ്പൊ ഒരു വൃത്താകൃതിയിലുള്ള തകിടിനെ അല്ലെങ്കിൽ ഷീറ്റിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇതാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ആംഗിൾ എന്ന് പറഞ്ഞിരുന്നത് എത്രയാണ്? 45 ഡിഗ്രിയാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇപ്പൊ 6 ഈക്വൽ പാർട്സ് ആണ് ആക്കുന്നത് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 360നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? സോറി, ഇവിടെ 90 ഡിഗ്രി ആണ് വരുന്നത്. 90 ഡിഗ്രി 90 ഡിഗ്രി വരും. അപ്പൊ 6 ഈക്വൽ പാർട്സ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഒരു പാർട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 4 ഈക്വൽ പാർട്സ് എന്ന് പറഞ്ഞു. അപ്പൊ 4 ഈക്വൽ പാർട്സ് എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈക്വലായി ഡിവൈഡ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അവിടെ സെൻട്രൽ ആംഗിൾ നിങ്ങൾക്ക് തരില്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പൊ എത്രയാണ് സെൻട്രൽ ആംഗിൾ? എത്ര കിട്ടും? 90 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ കിട്ടുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന സെക്ടർ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിന്റെ സെക്ടർ ആണ്? ഈ കിട്ടുന്ന സെക്ടർ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് വരിക? ഇത് 90 ഡിഗ്രിയുടെ സെക്ടർ ആണ്. ഇതിനെ വളച്ചിട്ട് എന്താക്കി മാറ്റുന്നു? ഒരു കോണാക്കി മാറ്റുന്നു. ഇതിനെ വളച്ച് ഒരു കോണാക്കി മാറ്റി കഴിഞ്ഞാൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇതിനെ വളച്ചൊരു കോണാക്കി മാറ്റി കഴിഞ്ഞാൽ അതിന്റെ സ്ലാന്റ് ഹൈറ്റ് എത്ര? ഇപ്പൊ സ്ലാന്റ് ഹൈറ്റ് ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോസിലും അല്ലെ ഈ മുന്നത്തെ ക്വസ്റ്റ്യൻസിലും ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. എന്താണ് സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? റേഡിയസ് ഓഫ് ദി സെക്ടർ ആണ്. അപ്പൊ റേഡിയസ് ഓഫ് ദ സെക്ടർ എത്രയാണ്? റേഡിയസ് ഓഫ് ദ സെക്ടർ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് 36 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്തെടുത്ത് എഴുതാം? L is equal to, തന്നത് പ്രകാരം L is equal to എത്രയാണ്? 36 സെന്റിമീറ്റർ ആണ്. L is equal to 36 സെന്റിമീറ്റർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ Lന്റെ വില 36 സെന്റിമീറ്റർ കിട്ടി. X എത്രയാണ്? 90 ഡിഗ്രി. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ X is equal to 90 ഡിഗ്രി. X നിങ്ങളുടെ കയ്യിൽ കിട്ടി. X is equal to 90 ഡിഗ്രി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദി കോൺ? റേഡിയസ് ഓഫ് ദി കോൺ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ LX/360 is equal to R. LX/360 is equal to R ആണ്. അത് നമുക്ക് വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Lന്റെ വില എത്രയാണ്? 36 ആണ്. അപ്പൊ ആ വില നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ Lന്റെ വില 36. അപ്പൊ 36 into എത്രയാണ്? Xന്റെ വില എത്രയാണ്? 90 ഡിഗ്രി അല്ലെ? Xന്റെ വില 90 ഡിഗ്രി. 90/360 ഇതാണ് R. ഇത് വെച്ചിട്ട് നമുക്ക് R-ന്റെ വില കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാ ഈ 0 ഇവിടെ കട്ട് ചെയ്യാലോ. അത് രണ്ടും കട്ട് ചെയ്തു. ഇനി നമുക്ക് 36 കട്ട് ചെയ്തു. 36 കട്ട് ചെയ്തു. ആൻസർ എത്ര കിട്ടി? R is equal to 9 സെന്റിമീറ്റർ. ഇവിടെ R കിട്ടിക്കഴിഞ്ഞു. 9 സെന്റിമീറ്റർ ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ B ക്വസ്റ്റ്യനും കിട്ടിക്കഴിഞ്ഞു. A ക്വസ്റ്റ്യനും കിട്ടി, B ക്വസ്റ്റ്യനും. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ആണ് LX/360 is equal to R. സെക്ടർ വളച്ച് വൃത്തസ്തൂപിക ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എളുപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടി. ഇനിയുള്ളത് C ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് എ കർവ്ഡ് സർഫേസ് ഏരിയ? എന്താണ് ഇതിന്റെ വക്രമുഖ പരപ്പളവ് കാണേണ്ട ഫോർമുല? വക്രമുഖ പരപ്പളവ് കാണേണ്ട ഫോർമുല എന്താണ്? πr. ആ വില കൊടുത്താൽ മതിയല്ലോ. L നിങ്ങളുടെ കയ്യിലുണ്ട്, R നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ കർവ്ഡ് സർഫേസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല C ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് πrl ആണ്. അപ്പൊ πrl കണ്ടുപിടിക്കുക. πrl കർവ്ഡ് സർഫേസ് ഏരിയ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് എഴുതാം. അതായത് കർവ്ഡ് സർഫേസ് ഏരിയ മലയാളത്തിലാണ് വക്രമുഖ പരപ്പളവ്. CSA is equal to πrl. വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. π into R എത്രയായിരുന്നു? 9 അല്ലേ? 9 into L എത്രയായിരുന്നു? 36. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 36 into 9 കിട്ടും. 324 ആൻസർ കിട്ടും. അപ്പൊ 324 π ആയിരിക്കും ഇതിന്റെ ആൻസർ. 324 π സെന്റിമീറ്റർ സ്ക്വയർ ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? ഇവിടെ കിട്ടുന്ന ആൻസർ 324 എന്നാണ്. 24 π സെന്റിമീറ്റർ സ്ക്വയർ ആൻസർ കിട്ടും. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ സ്റ്റെപ്സ് ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 6th question. The picture shows the shape of a boiler. ഈ ചിത്രം ഒരു ബോയിലർ ആണ്. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ബോയിലർ ഈസ് 12 മീറ്റർ. ഈ ബോയിലറിന്റെ ആകെ ഉയരം 12 മീറ്റർ ആണ്. ആൻഡ് ദ ഡയമീറ്റർ ഈസ് 6 മീറ്റർ.
ഏത് ഇതിന്റെ ഈ ഡയമീറ്ററും ഒക്കെ തന്നെ 6 മീറ്റർ ആണ്. 6 മീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറിക്കൽ പാർട്ട് ഈസ് 6 മീറ്റർ. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറിക്കൽ പാർട്ട്, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 6 ആണ്. നമുക്കവിടെ കൊടുക്കാം. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറിക്കൽ പാർട്ട് 6 മീറ്റർ. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി കോൺ? അപ്പൊ ഹൈറ്റ് ഓഫ് ദി കോൺ എത്രയാണെന്നാണ് ചോദ്യം. ഹൈറ്റ് ഓഫ് ദി കോൺ എത്രയാണ്? അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഡയമീറ്റർ 6 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഡയമീറ്റർ 6 മീറ്റർ ആകുമ്പോ ഡയമീറ്റർ 6 മീറ്റർ ആവുന്ന സമയത്ത് അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 മീറ്റർ ആയിരിക്കും. അപ്പൊ റേഡിയസ് എത്രയാണ്? 3 മീറ്റർ. ഈ ഡയമീറ്ററിലെ 6 മീറ്റർ, അതുകൊണ്ട് ഇതിന്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് എന്ന് പറഞ്ഞത് ഇവിടെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ റേഡിയസ് എത്രയാണ്? 3 മീറ്റർ ആണ് റേഡിയസ്. റേഡിയസ് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് 3 മീറ്റർ ആവുന്ന സമയത്ത് ഇതിന്റെ ഈ ഭാഗം എത്ര വരുന്നത്? ഇതും ആ റേഡിയസ് തന്നെയാണ് വരുന്നത്. അതും എത്ര തന്നെയായിരിക്കും? അപ്പൊ 3 മീറ്റർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എത്രയായി? 3 മീറ്റർ. ഇതിന്റെ എത്രയായി? 6. അപ്പൊ 3 + 6 എത്രയായി? 9. ആകെ ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ആകെ ഹൈറ്റ് എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. അപ്പൊ ഈ ബാക്കിയുള്ള ഹൈറ്റ് എത്രയായിരിക്കും? 6 + 3 9 അല്ലേ? 9 + 3 = 12. അപ്പൊ ഈ ഹൈറ്റും എത്ര തന്നെ വരും? ഇതും എത്ര കിട്ടും? 3 മീറ്റർ എന്ന് കിട്ടി. ആ ഹൈറ്റും 3 മീറ്റർ ആണ്. അപ്പൊ എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി കോൺ അല്ലേ? അപ്പൊ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി കോൺ? ക്വസ്റ്റ്യന്റെ ആൻസർ എത്ര കിട്ടും? 3 മീറ്റർ. 3 മീറ്റർ എന്ന് കിട്ടി. ബി ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചിരിക്കുന്നത്, ബി എന്താണ് ചോദിച്ചത്? ഹൗ മെനി ലിറ്റേഴ്സ് ക്യാൻ ദ ബോയിലർ ഹോൾഡ്? ഈ ബോയിലറിൽ എത്ര ലിറ്റർ കൊള്ളും എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ലിറ്റർ കൊള്ളുന്ന എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഈ 3 ലിറ്റർ, എത്ര ലിറ്റർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഫുൾ ആയിട്ടുള്ള വോളിയം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. അപ്പൊ ഫുൾ വോളിയം കണ്ടുപിടിക്കണം. ഏതൊക്കെ വോളിയംസ് കൂട്ടണം? ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് 2 വരിയിലേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെയാണ് കാണുക. പക്ഷെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ഏതിന്റെയൊക്കെ വോളിയം കണ്ടുപിടിക്കണം? ഹെമിസ്ഫിയറിന്റെ വോളിയം കാണണം, സിലിണ്ടറിന്റെ വോളിയം കാണണം, അതുപോലെ തന്നെ ഏതിന്റെയും കണ്ടുപിടിക്കണം? വൃത്തസ്തൂപികയുടെയും കാണണം. അതായത് കോണിന്റെ വോളിയം കൂടി കണ്ട് ആകെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിന്റെ വോളിയം കിട്ടും? എന്തിന്റെ വ്യാപ്തം കിട്ടും? ബോയിലറിന്റെ വ്യാപ്തം കിട്ടും. മനസ്സിലായല്ലോ? നമുക്കത് ചെയ്യാം. അപ്പൊ ഞാൻ ആ ബി ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. എങ്കിൽ മാത്രം എനിക്ക് സ്ഥലം ഉണ്ടാവും അവിടെ. അപ്പൊ ബി ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുന്നു. അപ്പൊ ബി ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന സമയത്ത് ഹൗ മെനി ലിറ്റേഴ്സ് ക്യാൻ ദ ബോയിലർ ഹോൾഡ് എന്നാണ്. ഇപ്പോ വോളിയം ഓഫ് ദ എന്താണ് ഇത് ഈ ഹൈറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ബേസിന്റെ കോമൺ ഡയമീറ്റർ 6 ആണെന്ന് തന്നത് കൊണ്ട് ഇതിന്റെതും എത്രയാണ് വരുന്നത്? ഈ റേഡിയസും എത്ര തന്നെയാണ് വരുന്നത്? 3 ആണ് വരുന്നത്. അപ്പൊ ഈ കോണിന്റെ വോളിയം കണ്ടുപിടിക്കേണ്ട ഫോമിൽ എന്താണ്? 1/3 πr² പ്ലസ് സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കേണ്ട ഫോമുല πr² പ്ലസ് ഹെമിസ്ഫിയറിന്റെ വോളിയം കാണേണ്ട ഫോമുല 2/3 πr³. 2/3 πr³. ഇനി അതിന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ നമുക്ക് കൊടുത്തു നോക്കാം. 1/3 π × r². ഇതിന്റെതല്ലേ? റേഡിയസ് എത്രയാണ്? 3 ആണല്ലോ. അപ്പൊ 3² എന്ന് പറയുമ്പോ എത്ര കിട്ടും? 9. 9 × 3 വരും. അപ്പൊ 3² × 3 പ്ലസ് ഇതിന്റെ വോളിയം കിട്ടി 3² × 3 1/3 πr²h പ്ലസ് πr²h എന്ന് പറയുമ്പോൾ π × r എത്രയാണ്? 3 അല്ലേ? ഹൈറ്റ് എത്രയാണ്? 6. അപ്പൊ എത്ര കിട്ടും? π × r² എന്ന് പറയുമ്പോൾ 3² ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 6. ഹൈറ്റ് എന്ന് പറയുമ്പോൾ 6 പ്ലസ് ഇനി ഹെമിസ്ഫിയറിന്റെ വോളിയം. ഹെമിസ്ഫിയറിന്റെ 2/3 πr. 2/3 × π × റേഡിയസ് 3 അല്ലേ? 3 × 3 × 3. അപ്പൊ പ്ലസ് 2/3 π × 3 × 3 × 3. ഇത് എത്രയാണ് വരുന്നത്? 3³ ഇനി നമുക്ക് ഓരോന്നിന്റെയും വില നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അവസാനം ചെയ്താൽ മതിയല്ലോ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. രണ്ടും കട്ട് ചെയ്തു. അവസാനം നമുക്ക് എത്ര കിട്ടിയത്? 3² എന്ന് പറഞ്ഞ എത്ര കിട്ടി? അവിടെ 9π എന്ന് കിട്ടിയില്ലേ? 9π പ്ലസ് ഇവിടെ നമുക്ക് എത്ര കിട്ടുന്നത്? ഇത് ആൻസർ. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാനൊന്നുമില്ല, ഡിവിഷൻ പാർട്ട് ഇല്ല ഇവിടെ.
അപ്പൊ 3 സ്ക്വയർ എത്രയാണ് 9 അല്ലേ, 9 into 6 എത്രയാണ് 54. അപ്പൊ 54 പൈ പ്ലസ് ഇതെത്രയാണ് 3 ക്യൂബ് അല്ലേ, 3 ക്യൂബ് എന്നൊരു 3 പോയാൽ ബാക്കി എത്ര കിട്ടും 3 സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഇത് 27 എന്നാണ് ആൻസർ വരിക. അപ്പൊ 27 ഡിവൈഡ് ബൈ 3 എത്രയാണ് 9, 9 into 2 എത്ര കിട്ടും 18. അപ്പൊ 18 പൈ എന്ന് വരും. 18 പൈ എല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്യാം. അപ്പൊ എത്ര ആൻസർ കിട്ടുന്നത് 54 പ്ലസ് 18 പ്ലസ് 9. അപ്പൊ 18 പ്ലസ് 9 എത്രയാണ് 27. 27ഉം 54ഉം ആഡ് ചെയ്യാം. 54 പ്ലസ് 27 81 പൈ എന്ന് കിട്ടും ആൻസർ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടുന്നത് 81 പൈ എന്ന ആൻസർ കിട്ടും. 81 പൈ 81 പൈ ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന മീറ്ററിലല്ലേ. അപ്പൊ 81 പൈ മീറ്റർ ക്യൂബ് എന്ന ആൻസർ കിട്ടും. 81 പൈ മീറ്റർ ക്യൂബ് എന്ന ആൻസർ കിട്ടി. ഇനി നമുക്കിവിടെ ചെയ്യേണ്ടത് നമുക്ക് ലിറ്ററിലാണ് ആൻസർ കാണാൻ വേണ്ടി പറഞ്ഞത്. ലിറ്ററിൽ ആൻസർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പൈ വാല്യൂ കൊണ്ട് എന്ത് ചെയ്യണം, പൈ വാല്യൂ കൊണ്ട് നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. പൈ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ ഈ ഭാഗം ഇവിടെ നിന്ന് വായിക്കും, ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ഞാൻ വായിക്കുന്നു. (81 to 3.14) ആണ്. So 314 into 81. So 4 into 1 4, 1 into 1 1, 3 into 1 3, 4 8 4s are 32, 1 8s are 8, 8 plus 3 11, 3 8 24 plus 1 25. ഇപ്പൊ ആൻസർ എത്ര കിട്ടി നമുക്ക് 25434 എന്ന് കിട്ടി ആൻസർ. ഇപ്പൊ 25,434 നമ്മുടെ ആൻസർ കിട്ടും. അപ്പൊ ആ ആൻസർ ഞാൻ ഈ ഭാഗത്തിന്റെ ബാക്കി ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്, ഈ ഇവിടെ കാണിക്കാം. അപ്പൊ ഞാൻ അവിടെ എഴുതുന്നത് വോളിയം ഇൻ ലിറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണ്, നമുക്ക് അവിടെ ഡെസിമൽ പ്ലേസ് 3.14 ആണ്. അപ്പൊ 2 ഡെസിമൽ പ്ലേസ് അവിടെ വരും. അപ്പൊ ഈ ആൻസറിൽ നമ്മൾ 2 ഡെസിമൽ പ്ലേസ് ഇട്ട് കൊടുക്കണം. അപ്പൊ 254.34 മീറ്റർ ക്യൂബ് ആണ് ആൻസർ കിട്ടിയത്. ഇതിന്റെ മീറ്റർ ക്യൂബില് വരുന്ന സമയത്ത് വോളിയം ഇൻ മീറ്റർ ക്യൂബ് എത്ര കിട്ടുന്നത്, വോളിയം ഇൻ മീറ്റർ ക്യൂബ് നമുക്ക് അത് ചെയ്തതിന് ശേഷം എന്നാൽ ഇതിലേക്ക് പോവാം. അപ്പൊ വോളിയം ഇൻ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് ഇതാ ഇത്രയാണ്, 254.34 ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം ഇൻ ലിറ്റർ കണക്കാക്കാം. വോളിയം ഇൻ ലിറ്റർ കാണുമ്പോൾ അതായത് വ്യാപ്തം ലിറ്ററിൽ കണക്കാക്കാൻ അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 254.34 into 1000 is equal to, ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ടല്ലോ, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ 2 ഡെസിമൽ പോയി അവസാനത്തെ ഒരു 0 കൂടി വരും. അപ്പൊ എത്ര കിട്ടും 254.34 ലിറ്റർ എന്ന് കിട്ടും ആൻസർ. ഇപ്പൊ ഇവിടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു, നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പോ എത്ര ആൻസർ കിട്ടിയത് 25, ഇപ്പൊ എത്രയാണ് 2,54,340 ലിറ്ററിന് ആൻസർ കിട്ടി. 7th question. The radius of 2 spherical tanks are in the ratio 3:4. അതായത് 2 സ്ഫെറിക്കൽ ടാങ്ക്സ് ഉണ്ട്, അതായത് ഗോളാകൃതിയിലുള്ള 2 ടാങ്കുകളുടെ ആരങ്ങളുടെ റേഷ്യോ അനുപാതം 3:4 ആണ്. The volume of the first tank is 540 liters. ഒന്നാമത്തെ ടാങ്കിന്റെ വ്യാപ്തം 540 liters ആണ്. Find the volume of the second tank. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടാങ്കിന്റെ വ്യാപ്തം എത്ര? What is the volume of the second tank? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നത് എന്താണെന്ന് ആദ്യം എഴുതാം. തന്നിരിക്കുന്നത് എന്താണ്, റേഡിയസ് ഓഫ് ദ, ആ റേഡിയസിന്റെ റേഷ്യോ തന്നിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് റേഷ്യോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് തന്നതിലുണ്ട്. അതായത് വൃത്തസ്തൂപികന്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് റേഡിയസ് ആർ ഇൻ ദ റേഷ്യോ 3:4, ഹൈറ്റ്സ് ആർ ഇൻ ദ റേഷ്യോ 4:5. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് വൺ. ഇപ്പൊ 3:4 എന്നാണ് റേഷ്യോ തരുന്നതെങ്കിൽ ആദ്യത്തത് 3R എടുക്കുക. ഒന്ന് 3R1 എന്നും മറ്റേത് 4R2 എന്നും കൊടുക്കരുത്. ഒന്ന് 3R എന്നാണെങ്കിൽ മറ്റേത് എന്ത് കൊടുക്കണം? 4R തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് പോകുള്ളൂ. അപ്പൊ 3R 4R കൊടുക്കാം. ഇപ്പൊ ഹൈറ്റ്സ് 5:4 എന്നാണെങ്കിൽ എന്താ ചെയ്യാം? 5H 4H. ആദ്യത്തത് എടുക്കുമ്പോൾ 5H എടുക്കുക, രണ്ടാമത്തത് 4H. മനസ്സിലായല്ലോ? അപ്പൊ അതേപോലെ ഇവിടെ നമുക്ക് റേഡിയസ് തന്നിരിക്കുന്ന റേഷ്യോ എത്രയാണ്? 3:4 എന്നാണല്ലോ. ഇപ്പൊ 3:4 റേഷ്യോ തന്നു കഴിഞ്ഞാല് നമുക്ക് ഫസ്റ്റ് ടാങ്കിന്റെ റേഡിയസ് എത്രയാണ്? ഇതിപ്പോ ഫസ്റ്റ് ടാങ്ക് ആണെന്ന് വിചാരിച്ചു. ഇത് ഫസ്റ്റ് ടാങ്കിന്റെ റേഡിയസ് എത്ര കൊടുക്കുക? ഫസ്റ്റ് ടാങ്കിന്റെ റേഡിയസ് എത്ര കൊടുക്കുക? R എന്ന് പറയുന്നത് 3R. ഇതിന്റെ റേഡിയസ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എത്ര കൊടുക്കാം? 3R. ഇതിന്റെ ആരം 3R എന്ന് കൊടുക്കാം. ഇതിന്റെ ആരം സമം 3R. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാലോ. വോളിയം ഓഫ് ദ ഫസ്റ്റ് വൺ. അപ്പൊ നമുക്ക് വോളിയം ഓഫ് ദ ഫസ്റ്റ് ടാങ്കിന് നമുക്ക് V1 എന്ന് കൊടുക്കാം. V1 സമം എന്താണ് ഫോർമുല? 4/3. സ്ഫെറിക്കൽ ആണല്ലോ, ഗോളാകൃതി അല്ലേ. അപ്പൊ 4/3 പൈ R ക്യൂബിന് പകരം എത്ര കൊടുക്കണം? 3R³ എന്ന് കൊടുക്കണം. നമുക്ക് ഈ ബ്രാക്കറ്റ് നമുക്ക് ഇട്ടേ പറ്റൂ. നമ്മൾ എന്തായാലും ഈ ബ്രാക്കറ്റ് ഹോൾ ബ്രാക്കറ്റ് ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 3R³ എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം തെറ്റും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ R മാത്രമേ അവിടെ ക്യൂബ് വരുന്നുള്ളൂ അന്നേരം. അപ്പൊ ഇത് മുഴുവനായിട്ടും 3R ഹോൾ ക്യൂബ് ആണല്ലോ. അപ്പൊ 3R³ എന്ന് തന്നെ എഴുതണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഉത്തരം തെറ്റും. ഈസ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു 3യുടെ ക്യൂബ് എത്ര? 27. അപ്പൊ 27R³ എന്ന് വരും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്കിവിടെ സെക്കൻഡ് വോളിയം കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ എപ്പോഴും റേഷ്യോ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ആ ഫോമിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് അതുപോലെ അവിടെ വെക്കണം. അതായത് 4/3 പൈ R³ അവിടെ വെച്ചിട്ട് 27 എഴുതി അവിടെ കോൺസ്റ്റന്റ് ടേം അവിടെ വരുന്നില്ലേ, അത് മാത്രം എടുത്ത് പുറത്തേക്ക് എഴുതുക. അങ്ങനെ ആകുമ്പോൾ അല്ലാണ്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കിട്ടില്ല എന്നല്ല, പക്ഷെ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഈ 27 എടുത്ത് ഇവിടെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഇതിന് 27 ഇൻറ്റു എന്ത് വരും? 4/3 പൈ R³ എന്ന് വരും. ഇനി നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? വേറൊരു കാര്യം തന്നിരിക്കുന്നത് വോളിയം ഓഫ് ദ ഫസ്റ്റ് ടാങ്ക് ഈസ് 540 ലിറ്റേഴ്സ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ടാങ്കിന്റെ വോളിയം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 540 ലിറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഈ തന്നതിൽ നിന്ന് നമുക്കത് എഴുതാലോ. അപ്പൊ എന്താണ് വോളിയം ഓഫ് ദ ഫസ്റ്റ് ടാങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ടാങ്ക് 540 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വിലയാണല്ലോ 540. അപ്പൊ 2/27 ഇൻറ്റു 4/3 പൈ R³ ഈസ് ഈക്വൽ ടു ആണ് എത്ര വരുന്നത്? 540. അപ്പൊ 27 ഇൻറ്റു 4/3 പൈ R³ ഈസ് ഈക്വൽ ടു 540 ആണെങ്കിൽ നമുക്ക് 4/3 പൈ R³ എത്ര കിട്ടി? 4/3 പൈ R³ ഈസ് ഈക്വൽ ടു 540 ഡിവൈഡഡ് ബൈ 27 ഡിവൈഡഡ് ബൈ 27. അപ്പൊ 54നെ 27 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 2 ടൈംസ് അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടും? നമുക്ക് 54നെ 27 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആൻസർ എത്ര കിട്ടും? 20. അപ്പൊ 4/3 പൈ R³ വില എത്ര കിട്ടി? നമുക്ക് 20 കിട്ടിക്കഴിഞ്ഞു. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അതിന് ആവശ്യമുണ്ട്. 20 കിട്ടി. ഇനി നമുക്ക് വോളിയം ഓഫ് ദ സെക്കൻഡ് ടാങ്ക് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? വോളിയം ഓഫ് ദ സെക്കൻഡ് ടാങ്ക് കാണണമെങ്കിൽ നമുക്ക് എന്താണ്? V2 കാണണം. V2 കാണണം എന്താ ചെയ്യേണ്ടത്? അതിന്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് ടാങ്ക് 3R ആണ്. റേഡിയസ് ഓഫ് ദ സെക്കൻഡ് ടാങ്ക് എത്രയാണ്? അപ്പൊ നമുക്ക് അത് എഴുതിയതിനു ശേഷം വോളിയത്തിലേക്ക് പോകാം. അപ്പൊ ഇത് ഇത്ര വരെ നമ്മൾ കണ്ടുവച്ചു. ഇവിടെ നമ്മൾ കണ്ടുവച്ചു. ഇനി വോളിയം ഓഫ് ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡ് ടാങ്ക് എത്രയാണ്? റേഡിയസ് ഓഫ് ദ സെക്കൻഡ് ടാങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് റേഡിയസ് ഓഫ് സെക്കൻഡ് ടാങ്ക് ഇസ് ഈക്വൽ ടു എത്ര എഴുതാം? എത്രയായിരുന്നു? 4 അല്ലേ. അപ്പൊ 4R എന്ന് കൊടുക്കാം. 4R എന്ന് കൊടുത്തു. ഇനി V2 കണ്ടുപിടിച്ചേ. V2 എന്താണ്? V2 എന്ന് പറയുന്ന സമയത്ത് വോളിയം കണ്ട ഫോർമുല 4/3 തന്നെ. അപ്പൊ 4/3 പൈ ഇൻറ്റു എത്രയാണ്? 4R³ 4R³ എന്ന് വരും. അപ്പൊ ഇവിടെ നമ്മൾ 4R³ എന്ന് എഴുതുമ്പോൾ 4ന്റെ ക്യൂബും 6ന്റെ ക്യൂബും എഴുതണം. അപ്പൊ ആൻസർ എത്ര വരും?
4r ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ 4/3 പൈ ഇൻറ്റു 4ന്റെ ക്യൂബ് എത്രയാണ്? 4 4s are 16, 16 into 4 64. അപ്പൊ 64 r ക്യൂബ് എന്ന് വന്നു. ഇനി ഈ 64നെ എടുത്തിട്ട് എന്ത് ചെയ്യുക? ആദ്യം എഴുതുക. 64നെ ആദ്യം എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 64 into 4/3 പൈ r ക്യൂബ് എന്ന് കിട്ടി. ഇനി അപ്പൊ 64 into 4/3 പൈ r ക്യൂബ് കിട്ടി കഴിഞ്ഞല്ലോ. അപ്പൊ 4/3 പൈ r ക്യൂബിന്റെ വില എത്രയാണ്? 20. 4/3 പൈ r ക്യൂബിന്റെ വില 20 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എത്ര കിട്ടും? 64 into 20 എന്ന് കിട്ടും ആൻസർ. ഇത് ലാസ്റ്റ് വണ്ണിന്റെ ആൻസർ ഞാനിവിടെ V2ന്റെ ആൻസർ അവിടെ എഴുതാൻ സ്ഥലമില്ല, സോറി, ഞാൻ ഇവിടെ എഴുതുന്നു. അപ്പൊ V2 is equal to 64 into 20 എന്ന് എഴുതുക. 64 into 20 is equal to എത്ര കിട്ടി? 64ന്റെ ഇരട്ടി എത്രയാണ്? 128. അതിനോടൊരു 0 എഴുതുക. അപ്പൊ ഇത്രയും എത്രയാണ്? ലിറ്റർ. അത്രയും ലിറ്റർ ആണ്. 1280 ലിറ്റർ നമ്മുടെ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്തത് റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് ടാങ്ക് 3r ആണ്, റേഡിയസ് ഓഫ് ദ സെക്കൻഡ് ടാങ്ക് 4r ആണ്. അപ്പൊ ഇതിന്റെ ക്യൂബ് കണ്ടുപിടിച്ചു, ഇവിടൊക്കെ ക്യൂബ് കണ്ടുപിടിച്ചു. ആ വില 4/3 പൈ r ക്യൂബിന്റെ വില നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു 20 എന്നുള്ളത്. ആ 20 അവിടെ കൊടുത്തു കഴിഞ്ഞാൽ 64 into 20 കിട്ടി. എത്ര ആൻസർ കിട്ടി? 1280 ലിറ്റർ നമുക്ക് അവിടെ ആൻസർ കിട്ടി. 8th question. The lateral faces of a square pyramid are equilateral triangles. ഒരു സമചതുര സ്തൂപികയുടെ പാർശ്വമുഖങ്ങള് സമഭുജ ത്രികോണങ്ങളാണ്. The length of base edge is 30 centimeter. അതിന്റെ പാദവക്കിന്റെ നീളം 30 സെന്റിമീറ്റർ ആണ്. What is its surface area? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉപരിതല പരപ്പളവ് എത്ര? സാധാരണഗതിയില് ഒരു സമചതുര സ്തൂപിക എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പാർശ്വമുഖങ്ങള് സമപാർശ്വ ത്രികോണങ്ങളായിരിക്കും. ആ ബേസിലാണ് നമ്മള് അവിടെ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചത്? അതിന്റെ പാർശ്വമുഖ പരപ്പളവ് 2al എന്നുള്ള രീതിയിൽ എടുത്തത്. പക്ഷെ ഇവിടെ എല്ലാ മുഖങ്ങളും തുല്യമാണ് അങ്ങനെയും ചോദിക്കാം. ഓൾ ഫേസസ് ആർ ഈക്വൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സൈഡ്സ് ഓഫ് ഓൾ ഫേസസ് ആർ ഈക്വൽ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്താ അങ്ങനെ ആയാലും അത് സമഭുജ ത്രികോണമാണെന്ന് അർത്ഥം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സമഭുജ ത്രികോണാന്ന് നമുക്കിവിടെ മനസ്സിലായി. ദ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ് ഈസ് 30 സെന്റിമീറ്റർ. ഇതിന്റെ പാദവക്കിന്റെ നീളം എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ്. പാദവക്കിന്റെ നീളം 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയും എല്ലാം സമഭുജ ത്രികോണാകൃതി ആയതുകൊണ്ട് തന്നെ എല്ലാം അതിന്റെ ലാറ്ററൽ എഡ്ജ് ബേസ് എഡ്ജ് വേറെ വേറെന്നില്ല. അപ്പൊ ഇവിടെ എന്താണ്? എല്ലാ വശങ്ങളും എത്ര തന്നെയായിരിക്കും? 30 സെന്റിമീറ്റർ ആയിരിക്കും. ഒക്കെ തന്നെയും 30 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ബേസ് ഏരിയ പ്ലസ് എന്താണ്? ലാറ്ററൽ സർഫേസ് ഏരിയ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ ബേസ് ഏരിയ എന്താ കിട്ടുന്നത്? ബേസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയ സ്ക്വയറിന്റെ ഏരിയ തന്നെ വരും. ബേസ് ഏരിയ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ വന്നു. ഇനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ടുള്ള എത്ര മുഖങ്ങളുണ്ട്? 4 മുഖങ്ങളല്ലേ. അപ്പൊ 4 മുഖങ്ങൾ വരുന്ന സമയത്ത് ടോട്ടൽ LSA എത്ര കിട്ടും? ടോട്ടൽ LSA അതിന്റെ ലാറ്ററൽ സർഫേസ് ഏരിയ കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു എന്താണ് ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കാണേണ്ട ഫോർമുല എന്താണ്? √3/4 into a സ്ക്വയർ ആണ്. അപ്പൊ അങ്ങനെയുള്ള എത്ര മുഖങ്ങളുണ്ട്? 4 മുഖങ്ങൾ. അപ്പൊ 4 മുഖങ്ങൾ വരുന്ന സമയത്ത് 4 into √3/4 a സ്ക്വയർ എന്ന് വരും. അപ്പൊ 4 into √3/4 a സ്ക്വയർ എന്ന് വരുന്ന സമയത്ത് 4ഉം 4ഉം കട്ട് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? ഇതിന്റെ ആൻസർ √3 a സ്ക്വയർ എന്ന് വരും. അപ്പൊ ലാറ്ററൽ സർഫേസ് ഏരിയ എന്താ കിട്ടുന്നത്? √3 a സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ അതായത് ഉപരിതല പരപ്പളവ് ടോട്ടൽ സർഫേസ് ഏരിയ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? a സ്ക്വയർ പ്ലസ് √3 a സ്ക്വയർ ആണ്. ഇനി a എത്രയാണ്? എയുടെ വില എത്രയാണ്? 30 അല്ലേ. എയുടെ വില 30 ആവുന്ന സമയത്ത് ഇതിന്റെ വില നമുക്ക് ഇവിടെ കൊടുക്കാം 30 സ്ക്വയർ പ്ലസ് എ നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. a is equal to 30 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നതാണ്, അത് എഴുതണം. അപ്പൊ a സ്ക്വയർ പ്ലസ് √3 a സ്ക്വയർ ആണ്. അപ്പൊ 30 സ്ക്വയർ പ്ലസ് എത്ര കിട്ടും? √3 into 30 സ്ക്വയർ. അപ്പൊ അതിന്റെ ആൻസർ എത്ര കിട്ടും? 30യുടെ സ്ക്വയർ ഇതിന്റെ ബാക്കി ആൻസർ സോറി ഞാൻ ഇവിടെ എഴുതുന്ന ബാക്കി ആൻസർ ടോട്ടൽ സർഫേസ് ഏരിയ ഇസ് ഈക്വൽ ടു 30യുടെ സ്ക്വയർ എത്രയാണ്? 900 അല്ലേ. അപ്പൊ 900 പ്ലസ് √3 into 900 അതായത് 900 √3 എന്ന് വരും.
അപ്പൊ ഇതൊരിക്കലും ആഡ് ചെയ്ത് 1800 √3 എന്ന് എഴുതരുത്. 900 പ്ലസ് 900 √3. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ 5 പ്ലസ് 3x എത്രാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും 8x എന്ന് എഴുതില്ലല്ലോ. ഒന്നിന്റെ കൂടെയല്ലേ അവിടെ വേരിയബിൾ ഉള്ളൂ. അതേപോലെ √3 എന്ന് പറഞ്ഞത് ഇവിടെ 900ന്റെ കൂടെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് 900 പ്ലസ് 900 √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ 900നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അതിന്റെ രണ്ടിലുള്ള ഫാക്ടർ ആണല്ലോ. 900 നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ എന്ത് കിട്ടും, ഇവിടെ 1 അല്ലേ വരിക. 900 1 എടുത്തു കഴിഞ്ഞാൽ അവിടെ 1 വരും. 1 ഫാക്ട് 1 പ്ലസ് √3 എന്ന് വരും. 1 പ്ലസ് √3. √3യുടെ വില എത്രയാണ്? 1.73. ഇപ്പൊ 1.73 പ്ലസ് 1 എത്രയാണ്? 2.73. ഇപ്പൊ 2.73 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയും വരും? ഇപ്പോ സോറി, ഞാനിവിടെ അതിന്റെ ആൻസർ ഞാൻ ഇവിടെ എഴുതുന്നു. അപ്പോ 900 ഇൻറ്റു 1 പ്ലസ് √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ഇൻറ്റു എത്രയാവും? 1 പ്ലസ് 1.73 2.73 ആണ്. 2.73 ഇതിന്റെ ആൻസർ. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. എത്രയാണ്? ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പൊ 3 9s are 27, 2 റിമൈൻഡർ വരും. ഇപ്പൊ 7 9s are 63 പ്ലസ് 2 65, 6 ബാക്കി വരും. അപ്പൊ 2 9s are 18 പ്ലസ് 6 24, പിന്നെ 24, പിന്നെ വരുന്നത് 2 സീറോസും വന്നു. ഇനി നമുക്ക് 2 ഡെസിമൽ പ്ലേസ് ഇട്ട് കൊടുക്കണല്ലോ. ആ 2 ഡെസിമൽ പ്ലേസ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് 2457 എന്തായിരുന്നു നമുക്ക് തന്നിരിക്കുന്നത്? സെന്റിമീറ്ററിലല്ലേ. അപ്പോ ടോട്ടൽ സർഫേസ് ഏരിയ ആണ്. അപ്പൊ അത്രയും സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ അത്രയും സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. 2457 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് രണ്ടാകൃതി സമവാക്യങ്ങളുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞ പാഠഭാഗമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.